മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാനും ഒക്കെയല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, നമ്മള് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ വിഷമം മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നോട് ആരും മിണ്ടുന്നില്ല, എന്നെ ആരും ഗൗനിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എന്നോട് സ്നേഹമില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. കാരുണ്യ പ്രവർത്തികളുടെ ഭാഗമാണ് ആശ്വസിപ്പിക്കുക. നമ്മൾ അസ്വസ്ഥരാകുമ്പോഴും നമ്മുടെ അസ്വസ്ഥതകളുടെ നടുവിലും അവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ എടുക്കണം. നമ്മൾ ആശ്വസിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും മറ്റുള്ളവർ ആശ്വസിപ്പിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കാൻ കരുത്ത് നമുക്കുണ്ടാവണം. ഇത് നമ്മൾ ആശ്വസിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് സമയമില്ല. കാരണം എന്താ, ആ വേദനയിൽ ആ മുറിവിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലേ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലേ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ. ഇത് കഴിഞ്ഞിട്ട് നീ എന്നാ ഈ കാരുണ്യ പ്രവൃത്തിയിൽ വ്യാപരിക്കുന്നേ? നീ എന്നാ സ്നേഹിക്കുന്നേ? അവരെന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നേ? നീ എന്നാ അവനെ ആശ്വസിപ്പിക്കുന്നേ? നീ എന്നാ അവളെ മനസ്സിലാക്കുന്നേ? അപ്പുറം സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. അവിടെ ആശ്വാസം അർഹിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ ഒരു തലോടല്, നമ്മുടെ ഒരു നല്ല വാക്ക്, നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു സാമീപ്യം, ഒരാശ്വാസ വാക്ക് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. ആശ്വസിപ്പിക്കണം. കർത്താവിൽ അവരെ ആശ്വസിപ്പിക്കണം. നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്? നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല അവർ ആശ്വസിപ്പിക്കേണ്ടത്. കർത്താവിൽ അവരെ ആശ്വസിപ്പിക്കണം. മോളെ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. മോനെ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. പെറ്റമ്മ മറന്നാലും വിഷമിക്കണ്ട, നിന്റെ ദൈവം നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശ്വസിപ്പിക്കേണ്ടത്. അല്ലാതെ പേടിക്കൊന്നും വേണ്ട, ഞാനെല്ലാം ശരിയാക്കി തരാം, നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ നിന്നെ സ്നേഹിച്ചോളാം. അല്ല, അത് തെറ്റായ ആശ്വാസമാണ് കൊടുക്കുന്നത്. നമ്മൾ ആശ്വസിപ്പിക്കുമ്പോ എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? കർത്താവിൽ നിനക്ക് നിത്യമായ ആശ്വാസമുണ്ടെന്നും കർത്താവിൽ മാത്രമാണ് നിനക്ക് നിത്യമായ സ്നേഹവും കരുതലും ഉള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കേണ്ടത്. കർത്താവിലാണ് ആശ്വാസം. അതാണ് നമ്മൾ അവരെ എത്തിക്കേണ്ടത്. കർത്താവിന്റെ സ്നേഹത്തിൽ, ഉദാസ ജീവിതത്തിൽ, വചനത്തിൽ അല്ലെ നമ്മൾ കൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ പോയിട്ട് വചനം വായിക്കുക, നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുക, ഈ വേദനകളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ കർത്താവിനെ വിളിക്കുക. എന്താ? കർത്താവിലാണ് ഒരു ആശ്വാസം കണ്ടെത്തേണ്ടത്, മനുഷ്യരിലല്ല. ഒരു കൗൺസിലറിലോ ഒരു അച്ഛനിലോ ഒരു സിസ്റ്ററിലോ അല്ല ആശ്വാസം കണ്ടെത്തേണ്ടത്. അങ്ങനെ അപകടകരമായ ഒരു പഠനം നമ്മൾ ആരെയും പഠിപ്പിക്കരുത്, പറഞ്ഞു കൊടുക്കരുത്. അച്ഛൻ്റെ അടുത്ത് പോകുമ്പോ, സിസ്റ്ററിന്റെ അടുത്ത് പോകുമ്പോ, ഒരു കൗൺസിലറിന്റെ അടുത്ത് പോകുമ്പോ ഈ കൗൺസിലറിൽ നിന്റെ ആശ്രയത്വം വരുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ അത് അപകടകരമായ ആത്മീയതയാണെന്ന് അറിയണം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നു, അവസാനം വിജിലൻസിലല്ല നിങ്ങളുടെ ആശ്രയത്വം. എന്താണ് ഞാൻ പറയുന്നത്? കർത്താവിംഗിലേക്ക് ചെല്ല്, ദൈവത്തിങ്കിലേക്ക് ചെല്ല്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത, നിന്നെ ചേർത്ത് പിടിക്കുന്ന, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്ക് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത്. ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്കും ആത്മാവിനോട് കരുണ കാണിക്കുക, ഒരു കാരുണ്യ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്.